സിഗ്നൽ തെറ്റിച്ച് പാഞ്ഞു വരുന്ന കല്ലട ബസ് അതിദാരുണമായി ഒരു കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നതാണ് ഈ CCTV ദൃശ്യം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്വാതി ജംഗ്ഷനിലാണ് സംഭവം. സിഗ്നൽ കാത്തു കിടക്കുകയായിരുന്ന പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സിഗ്നൽ ലഭിച്ച് കൃത്യമായി 15 സെക്കൻഡിന് ശേഷമാണ് റെഡ് സിഗ്നലിനെ ഭേദിച്ചുകൊണ്ട് ദി കില്ലർ ബസ് കല്ലട പാഞ്ഞു കയറി അതിദാരുണമായ രീതിയിൽ ഒരു കാറിനെ ഞെരിച്ച് അമർത്തി കളഞ്ഞത്. അമ്മയും മകളും ഉൾപ്പെടെ 2 പേരായിരുന്നു വാഹനത്തിലെ യാത്രക്കാർ. 4 തവണ ഇടിച്ച് തകിടം മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശവാസികളും സംയുക്തമായി അതിവേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഗുരുതരമായ പരിക്കുകളേറ്റവരെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കൃത്യമായ സിഗ്നൽ ലഭിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടെടുത്തതും ഏകദേശം റെഡ് സിഗ്നൽ വന്ന 15-20 സെക്കൻഡുകൾ കഴിഞ്ഞതിനു ശേഷം അമിത വേഗതയിൽ പാഞ്ഞു വന്ന കല്ലട എന്ന കൊലയാളി ബസ്സാണ് ഈ വാഹനത്തെ ഇടിച്ചു നിരത്തിയത്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് കല്ലടയുടെ ഈ ബസ്. 23-ലധികം പെറ്റി കേസുകളുള്ള 10-ലധികം ഫൈനുകൾ ഇനിയും അടയ്ക്കാനുള്ള ഈ ബസ്സാണ് ഇന്ന് വൈകിട്ട് പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ ഒരു കൊലപാതക ശ്രമം നടത്തിയത്. വമ്പൻ സ്വാധീനമുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനും ഇവർക്ക് പലപ്പോഴുമാവും. എന്നാൽ ദുരിതത്തിലാവുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്രയമൊന്നും ലഭിക്കാറില്ല. തകർന്ന് തരിപ്പണമായ ടോട്ടൽ ലോസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് നശിച്ചുപോയി ഈ കാറ്. എന്നിരുന്നാലും മരണകാരണമാകാത്ത പരിക്കുകളോടുകൂടിയാണ് ഇവരെ 2 പേരെയും ആശുപത്രിയിലേക്ക് നാട്ടുകാർ എത്തിച്ചിരിക്കുന്നത്. സ്ഥിതി അല്പം ഗുരുതരമാണ് 2 പേരുടെയും. അമ്മയുമായി മകളാണ് വാഹനം ഓടിച്ചിരുന്നത്. ഗുരുതരമായ പരിക്ക് പറ്റിയവരെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ധാരാളം വെളിച്ചമുള്ള സ്ഥലത്ത് വച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. ദൂരയിൽ നിന്ന് തന്നെ കാഴ്ച മറയ്ക്കുന്ന ഒരു തടസ്സങ്ങളും അവിടെയില്ല. 1 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ സിഗ്നൽ ജംഗ്ഷൻ കൃത്യമായി നിരീക്ഷിക്കാനാവും. റെഡ് സിഗ്നൽ കാണുന്നതിന് കാഴ്ച മറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അമിത വേഗതയിൽ വന്ന ഈ ബസ് ഒരു കാറിനെ ഇടിച്ച് തരിപ്പണമാക്കുന്നത്? തീർച്ചയായും ഡ്രൈവറുടെ തികഞ്ഞ അനാസ്ഥ തന്നെ. ഒന്നെങ്കിൽ എന്തെങ്കിലും മയക്കത്തിലാവാം, ലഹരിയാവാം, മറ്റു പലതുമാവാം. അതല്ലെങ്കിൽ സ്വാഭാവികമായ ഉറക്കമാവാം. ഒരു സിഗ്നൽ കാണുമ്പോൾ ഒന്ന് ബ്രേക്ക് പോലും ചവിട്ടാതെ റെഡ് സിഗ്നലിലൂടെ പാഞ്ഞു കയറി സാധാരണക്കാരന്റെ ജീവനെടുക്കാൻ കൊലകൊമ്പന്മാരുടെ വാഹനങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? കനത്ത നടപടികളില്ലാതെ, ഇത്തരം വാഹനങ്ങളുടെ വലിയ ശിക്ഷകൾ നൽകാതെ, ജീവനക്കാർക്ക് കൃത്യമായ പരിശോധനകൾ നടത്താതെ ഓരോ കൊലപാതക ശ്രമത്തെയും വാഹനാപകടം എന്ന പേരിൽ തള്ളിക്കളയുമ്പോൾ ഇമാതിരി കൊലയാളി ഡ്രൈവർമാർക്ക് അത് വീണ്ടും വീണ്ടും നിയമം തെറ്റിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ലൈസൻസ് നൽകുന്ന പോലെയാണ്. അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലൂടെ യഥേഷ്ടമോടുന്ന ഇത്തരം വാഹനങ്ങൾ ധാർഷ്ട്യപൂർവ്വം സാധാരണ വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുന്നത് സ്ഥിരമാണ്. ദീർഘദൂര സർവീസുകൾ എന്ന പേരിൽ നടത്തുന്ന കല്ലട പോലുള്ള ബസ്സുകളിൽ തട്ടി നിരവധി ചെറുവാഹനങ്ങളും ബൈക്കുകളും ഓട്ടോറിക്ഷകളും ഒക്കെ ഗുരുതരമായി പരിക്കും മരണവും സംഭവിക്കുമ്പോഴും നിയമത്തിന്റെ നൂലാമാലയിലൂടെ വാഹനവും ഡ്രൈവർമാരും രക്ഷപ്പെട്ടു പോകുന്നത് പതിവ് കാഴ്ചയാണ്. സാധാരണക്കാരന്റെ ജീവന് പുല്ലവില കൽപ്പിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ തടഞ്ഞേ മതിയാവൂ. കേരളത്തിലെ ദേശീയപാതകളിലൂടെ ഒരു സ്വകാര്യ ബസ്സിന് പോകാവേണ്ട വേഗതയെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡമുണ്ട്. ബസ്സുകളിൽ സ്പീഡ് ഗവർണർ സ്ഥാപിക്കണമെന്നുമുണ്ട്. എന്നാൽ ഇത്തരം വമ്പന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. ഒരപകടമുണ്ടായാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉടൻ ചാടി ഇറങ്ങും. നാളെ മുതൽ സകല ബസ്സുകളും പരിശോധന ആരംഭിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ അതെല്ലാം തനിയെ കെട്ടടങ്ങും. വീണ്ടും സാധാരണക്കാരുടെ ജീവന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇമാതിരി കോർപ്പറേറ്റുകളുടെ വാഹനങ്ങൾ നിരത്ത് കൈയെടുക്കും. ജീവൻ വേണ്ടവർ റോഡ് വിട്ട് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ടാക്സ് അടച്ച് വണ്ടി ഓടിക്കുക. കാരണം ഇവരെ നിയന്ത്രിക്കുവാനോ ഇവരെ ശിക്ഷിക്കുവാനോ കടുത്ത നടപടികൾ എടുക്കുവാനോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല. അശ്രദ്ധമായി വാഹനമോടിച്ച് കൊലയാളികളായി മാറുന്ന ഡ്രൈവർമാർക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് മാറ്റി ബോധപൂർവമായ കൊലപാതകം എന്ന വകുപ്പിൽ ജയിലിലടയ്ക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കയ്യൊക്കുള്ളവനും പണമുള്ളവനും നിയമം ലംഘിക്കാമെന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. സന്തോഷ് അറയ്ക്കൽ,
ന്യൂസ് റിപ്പോർട്ടർ, ആലത്തൂർ.